ബംഗ്ലാദേശും ഇന്ത്യയും തമ്മിൽ വളരെ അടുത്ത സൗഹൃദമാണ്. അതുകൊണ്ട് തന്നെ പല ബംഗ്ലാദേശികളും ഇന്ത്യയിലേക്ക് വരുന്നുണ്ട്. പലരും കൃത്യമായ രേഖകളില്ലാതെ കടന്നു വരുമ്പോഴും നമ്മൾ ഈ അതിഥി തൊഴിലാളികളെ സ്വീകരിക്കുന്നവരും അതിഥി ദേവോ ഭവ എന്ന് പറയുന്നവരുമാണ്. പക്ഷേ ബംഗാളികൾ കാട്ടിക്കൂട്ടുന്ന നമുക്കൊരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത കുറേ കാര്യങ്ങളുണ്ട്. അതൊരു സൈഡിൽ നിൽക്കുമ്പോഴും ഇവർക്ക് എങ്ങനെയാണ് ഇവിടെ ഈ തിരിച്ചറിയൽ കാർഡ്, തിരിച്ചറിയൽ രേഖകൾ, കൃത്യമായി ഇവർക്ക് രേഖകളൊന്നുമില്ലാതെ വ്യാജ രേഖകൾ, ഇതൊക്കെ എങ്ങനെ കിട്ടുന്നു എന്നുള്ള ചോദ്യം. വലിയ ഭീകരർ വരെ കേരളത്തിൽ വന്ന് തമ്പടിച്ച് ഇവിടെ ജോലി ചെയ്ത് സുഖമായി ജീവിക്കുന്നു എന്നുള്ളതാണ്. പിടിക്കപ്പെടുമ്പോൾ കൃത്യമായ രേഖകൾ ഇവരുടെയൊക്കെ കൈകളിലുണ്ട്. ഇതെങ്ങനെ സംഭവിക്കുന്നു? പെരുമ്പാവൂരാണ് ഇതിൻ്റെ ഒരു കേന്ദ്രം. ശരിയാണ്. പെരുമ്പാവൂരിൽ ഈ സെൻറ്റർ ഫോർ മൈഗ്രേഷൻ ആൻഡ് ഇൻക്ലൂസീവ് ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു സംഘടനയുണ്ട്. ഈ അതിഥി തൊഴിലാളികൾ എന്ന് നമ്മളിപ്പോൾ വീക്ഷിക്കുന്ന ആളുകൾ ഒത്തിരി പേര് അവിടെ ഉള്ളതുകൊണ്ട് ആണ് അവർ നടത്തിയ ചില പഠനങ്ങളുണ്ട്. അവർ ആ പഠന റിപ്പോർട്ടിലും ഒക്കെ ആയിട്ട് ഞെട്ടിക്കുന്ന കുറേ വിവരങ്ങൾ പുറത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഇത് തുടങ്ങുമ്പോൾ നമ്മൾ ഈ ബംഗ്ലാദേശ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു സൗഹൃദ രാഷ്ട്രമായിരുന്നു. കാരണം നമ്മൾ സൃഷ്ടിച്ചു കൊടുത്ത രാജ്യമാണ്. ജനതയുടെ സ്വാതന്ത്ര്യ ദാഹത്തെ നമ്മൾ തൃപ്തിപ്പെടുത്താൻ വേണ്ടി നമ്മൾ ഉണ്ടാക്കി കൊടുത്ത രാജ്യമാണ് ബംഗ്ലാദേശ്. നമുക്കറിയാം 1971 നടന്ന പാകിസ്ഥാൻ്റെ അധിനിവേശത്തിൽ നിന്ന് മോചനം നേടാൻ അവർ നടത്തിയ ഒരു സമരവും അന്ന് ലക്ഷക്കണക്കിന് അഭയാർത്ഥികളാണ് നമ്മുടെ രാജ്യത്തേക്ക് വന്നത്, ബംഗ്ലാദേശിൽ നിന്ന് വന്നത്. കാരണം അവിടെ ഈ പാക് പട്ടാളം അതിനിശ്ചിതമായ എന്താ പറയുക കൊടും ക്രൂരതകളാണ് നടത്തിയത്. അവിടെ തിരഞ്ഞെടുപ്പ് വിജയത്തിൽ ഷെയ്ഖ് മുജിബുർ റഹ്മാൻ്റെ, അപ്പോൾ പുറത്താക്കപ്പെട്ട പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ പിതാവായിരുന്ന ഷെയ്ഖ് മുജിബുർ റഹ്മാൻ്റെ നേതൃത്വത്തിലായിരുന്നു. അദ്ദേഹം രാജ്യത്തിന് പുറത്തായിരുന്നു. ഞാൻ പറഞ്ഞാൽ അങ്ങനെ നടന്ന ഭീകരമായ സമരത്തിൻ്റെ ഭാഗമായിട്ട് പാക് പട്ടാളം അവിടെ നടത്തിയ കെടുപതികൾക്ക് കൈയും കണക്കുമില്ല. 2 ലക്ഷത്തിലധികം പേര് മരിച്ചിരിക്കുന്നു. എത്രയോ സ്ത്രീകൾ മാനഭംഗം ചെയ്യപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് അവർ രക്ഷപ്പെടലായിരുന്നു ഇന്ത്യയിലേക്ക്. അപ്പോൾ നമ്മൾ കാണിച്ച ഒരു ഔദാര്യത്തിൻ്റെ പിന്തുടർച്ചയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് വേണമെങ്കിൽ കരുതാം. കാരണം അന്ന് നമ്മൾ അവരെ തടഞ്ഞു നിർത്തണം. കാരണം അത് മനുഷ്യത്വപരമായ കാരണങ്ങളാൽ ഇവരെ തടഞ്ഞു നിർത്താൻ നമ്മുടെ ഭരണകൂടം ശ്രമിച്ചില്ല. അങ്ങനെ ലക്ഷക്കണക്കിന് ആളുകൾ ഇന്ത്യയിലേക്ക് കടന്നുകൂടി. ഈ ഭക്ഷണമില്ലാതെ, വസ്ത്രങ്ങളില്ലാതെ ഈ കയ്യിൽ കിട്ടിയതും കൊണ്ട് ഇന്ത്യയിലേക്ക് വന്നു. നമ്മുടെ ഇന്ത്യയിൽ തമ്പടിച്ചു. ലോകരാഷ്ട്രങ്ങളുടെ മുഴുവൻ സഹായം തേടി അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി സഞ്ചരിച്ചു. ഈ സഹായത്തിന് വേണ്ടി സഞ്ചരിച്ചെങ്കിലും അത് വേണ്ട വിധത്തിൽ ടേക്കപ്പ് ചെയ്യാൻ ആരും തയ്യാറായില്ല. അന്ന് അമേരിക്കൻ പ്രസിഡന്റ് നിക്സൺ ആയിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. അങ്ങനെയുള്ള ലോകരാജ്യങ്ങളിലൊക്കെ ചെന്നിട്ട് അവർക്ക് കിട്ടില്ല. പിന്നീടാണ് യുദ്ധം പ്രഖ്യാപിക്കുകയും ബംഗ്ലാദേശിനെ മോചിപ്പിച്ച് കൊടുക്കുകയും ചെയ്തു. അതെല്ലാം അവർ മറന്നിരിക്കുന്നു. ഇതൊരു ചരിത്രമാണ്. നമ്മൾ ഈ വിഷയം പറഞ്ഞതുകൊണ്ട് അതിൻ്റെ പൂർവ്വകാല ചരിത്രം കൂടെ അറിഞ്ഞിരിക്കണമല്ലോ എന്ന് വിചാരിച്ചാൽ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. അങ്ങനെ പിന്നീട് ബംഗ്ലാദേശ് ഉണ്ടായി കഴിഞ്ഞ ശേഷം തിരിച്ചു പോകാതെ പലരും ഇവിടെ തന്നെ തങ്ങിയവരുണ്ട്. അവരിങ്ങനെ ക്രമേണ അവർ മറ്റ് വർഗീയത അല്ലെങ്കിൽ ആൾക്കാരുടെയൊക്കെ കൂട്ടാളികളായി മാറിയ ചരിത്രവുമുണ്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇപ്പോഴ് കേരളത്തിൽ ബംഗാളിൽ 3.5 പതിറ്റാണ്ട് കാലം ഒരേ രാഷ്ട്രീയ കക്ഷി തന്നെയാണ് ഭരിച്ചുകൊണ്ടിരുന്നത്. അത് നമുക്കറിയാം. ഇതിൻ്റെ പട്ടിണിയും ദാരിദ്ര്യവും എന്ന് പറയുന്നത് തുടച്ചു നീക്കപ്പെടാൻ കഴിയാതിരുന്നതുകൊണ്ടാകാം, അല്ലെങ്കിൽ ജീവിതം എന്ന് പറയുന്നത് കൂടുതൽ ദുസ്സഹമായി തോന്നുന്നുണ്ടാകും. ഇവിടെ നിന്ന് നിരവധി ആളുകളാണ് കേരളത്തിലേക്കൊക്കെ വരാറുള്ളത്. കേരളത്തിലേക്ക് വരുന്ന ബംഗാളികൾ എന്നതിനപ്പുറം തന്നെ ചോദിച്ച ചോദ്യമാണ് പ്രധാനം. ഇവിടെ ബംഗ്ലാദേശിൽ നിന്നുള്ള ആളുകൾ ഈ കൂട്ടത്തിൽ കടന്നിവിടെ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഏതാണ്ട് 40 ലക്ഷത്തോളം അന്യസംസ്ഥാന തൊഴിലാളികൾ ഉള്ളതിൽ ബഹുഭൂരിപക്ഷവും ബംഗാളികളായിരുന്നു. അങ്ങനെ ആ കൂട്ടത്തിൽ ആണ് ഈ ബംഗ്ലാദേശികൾ എന്ന് പറയുന്ന ഒരു വിഭാഗം. ഇപ്പോൾ ബംഗ്ലാദേശ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ ഒരു ശത്രുരാഷ്ട്രത്തിൻ്റെ ആണ്. നമ്മൾ ഉണ്ടാക്കിയെടുത്ത രാജ്യം സത്യത്തിൽ ഇപ്പോൾ അതൊരു ശത്രുരാഷ്ട്രത്തിൻ്റെ കാൾ മോശമായിട്ടാണ്, പരമ്പരാഗതമായ ശത്രുരാഷ്ട്രങ്ങളെക്കാൾ മോശമായിട്ടാണ് ബംഗ്ലാദേശ് ഭരണാധികാരികളുടെ പെരുമാറ്റം. അത് എന്തെങ്കിലും ആട്ടെ. ഇവിടെ നമ്മളെ ഞെട്ടിപ്പിക്കുന്ന വസ്തുത 15,000 മുതൽ 25,000 രൂപ വരെ മാത്രം കൊടുത്താൽ എല്ലാ രേഖകളും കിട്ടുന്ന വിധത്തിൽ ഈ ആളുകൾ ഇങ്ങോട്ട് കടത്തപ്പെടുന്നു എന്നത് ഏതാണ്ട് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്ന വസ്തുതയാണ്. ഇപ്പോൾ പശ്ചിമ ബംഗാൾ മൂർഷിദാബാദ് ജില്ലയിലെ ജലങ്കി എന്ന് പറയുന്ന സ്ഥലമുണ്ട്. മൂർഷിദാബാദ് ജില്ലയിലാണ്. അവിടെ അതുവഴിയാണ് ഈ ഇത്തരത്തിലുള്ള അനധികൃതമായ ഇത് നടത്തപ്പെടുന്നത്. ഈ അനധികൃതമായ കുടിയേറ്റത്തിലൂടെ ഇപ്പോഴേ ഒരു ഏകദേശ കണക്കെടുത്താൽ 1000, 1500 അത്രയും ബംഗ്ലാദേശ് പൗരന്മാർ അനധികൃതമായി കടന്നുകൂടിയ ബംഗ്ലാദേശ് എല്ലാ രേഖകളും ഇവിടെ ഉണ്ടാക്കി കൊടുത്ത 1500 പേരെങ്കിലും ഉണ്ടെന്ന് പറയുന്നത്. 1500 എന്ന് പറയുന്നത് ഒരു ചെറിയ നമ്പറാണ്. ഇതിനകത്ത് നമുക്ക് എത്രത്തോളം ഉണ്ടെന്ന് പറയാൻ കഴിയില്ല. ഇവരെയൊക്കെ രാജ്യദ്രോഹ കുറ്റമനുസരിച്ചും
ഇതനുസരിച്ചും ഒക്കെ ജയിലിലാക്കപ്പെട്ട് കഴിഞ്ഞാലും അവരെ നാട് കടത്തുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. പക്ഷേ അതിനും നടപടിക്രമങ്ങൾ ഒരുപാട് നടത്താനുണ്ട്. അതുകൊണ്ടാണ് ഇവർ പിടിക്കപ്പെട്ടാലും ഇവിടെ തന്നെ കഴിഞ്ഞു പോകുന്നത്. ഇതേപോലെ തന്നെയാണ് റോഹിംഗ്യൻ മുസ്ലിംസ് ബർമയിൽ നിന്നുള്ള അവരുടെയും ഒരു വലിയ പ്രവാഹം നമ്മുടെ രാജ്യത്തേക്കുണ്ട് എന്നുള്ളതാണ്, വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ കൂടിയുണ്ട് എന്നുള്ളതാണ്. സത്യത്തിൽ ബംഗ്ലാദേശ് എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള വർഷങ്ങളായിട്ട് പാകിസ്ഥാൻ, നമ്മൾ ഈ പറഞ്ഞതുപോലെ പാകിസ്ഥാൻ എതിരായിട്ട് രൂപപ്പെട്ട രാഷ്ട്രമാണെങ്കിൽ പോലും നമ്മുടെ രാജ്യത്തിന് എതിരായ വിധ്വംസ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരുടെ ഒരു താവളമാക്കി ബംഗ്ലാദേശിനെ മാറ്റാനുള്ള ശ്രമം പലപ്പോഴും പാകിസ്ഥാൻ ഭരണാധികാരികൾ നടത്തുകയും അതിലൊരു പരിധിവരെ വിജയിക്കുകയും ചെയ്തു. പക്ഷേ ഈ ഹസീന പ്രധാനമന്ത്രിയായപ്പോൾ അവർ മുജിബുർ റഹ്മാൻ്റെ മകളായതുകൊണ്ടും അവർക്ക് ഇന്ത്യയോട് വലിയ താല്പര്യവും പുലർത്തിയിരുന്നതാണ്. എന്നാൽ അതിന് മുമ്പിരുന്ന ചില ഭരണകൂടങ്ങളും അത് ഇന്ത്യക്കെതിരായ ഒരു നിലപാടെടുത്തിരുന്നു. അപ്പോൾ അവർ ഈ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ആസ്ഥാനമാക്കി ബംഗ്ലാദേശിലെ വലിയ സൗകര്യങ്ങൾ പാക് പട്ടാളത്തിന് സഹായത്തോടു കൂടി ചെയ്തു കൊടുത്തിട്ടുണ്ട്. കാരണം പാകിസ്ഥാനുമായിട്ടുള്ള സൗഹൃദ ബന്ധം പുതുക്കുന്ന ചില ഭരണാധികാരികൾ വന്നപ്പോൾ അങ്ങനെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് കൂടിയാകാം ഇങ്ങനെ വന്നത്. ഇപ്പോൾ ഈ ബർമയിൽ നിന്നുള്ള റോഹിംഗ്യൻ മുസ്ലിങ്ങളുടെയും ബംഗ്ലാദേശിൽ നിന്നുള്ള പൗരന്മാരുടെയും അനധികൃതമായ കുടിയേറ്റം എന്ന് പറയുന്നത് നമ്മെ വിഷമിപ്പിക്കുന്ന, നമ്മെ ബുദ്ധിമുട്ടിക്കുന്ന, അതേസമയം നമ്മെ അപകടപ്പെടുത്തുന്ന ഒരു വലിയ സംഭവമായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുന്നു ഒരു പരിധിവരെ. നമുക്കറിയാമല്ലോ, ഇപ്പോൾ ഈ അടുത്ത അവസരത്തിൽ തന്നെ രണ്ട് കേസുകളൊക്കെ കേരളത്തിൽ പിടിച്ചായിരുന്നല്ലോ. അങ്കമാലിക്കടുത്ത് ഒരാൾ പിടിയിലായ ബംഗ്ലാദേശ് പൗരൻ, മലപ്പുറം ഒരാളെ പിടിയിലായി, ഒരു തസ്രത്ത് ബീഗം എന്ന് പറഞ്ഞ ഒരു ലേഡി ഇല്ലേ, അവരല്ലേ അങ്ങനെ ഒരു ലേഡി പിടിയിലായി. കാസർഗോഡ് എന്നൊരു BSF അന്വേഷിക്കുന്ന ഒരു വലിയ ഭീകരൻ അവിടെ തൊഴിലാളിയായി ജോലി ചെയ്ത് ലുക്കൌട്ട് നോട്ടീസൊക്കെ അടിച്ചിറക്കിയിട്ട് അവസാനം അയാളുടെ നാട്ടിൽ കണ്ടുകിട്ടാതെ വന്നപ്പോൾ ഒരു അന്വേഷണം കേരളത്തിലേക്ക് നടത്തിയപ്പോൾ അയാൾ കാസർഗോഡ് ഒരു വർഷത്തോളമായി താമസിക്കുന്നു. ഇങ്ങനെ താമസിക്കപ്പെടുന്ന എത്ര പേരുണ്ടെന്ന് നമുക്ക് അറിയത്തില്ല. പിന്നെ അതേപോലെ തന്നെ ഈ നമ്മുടെ സിനിമ സൈഫ് അലി ഖാന്റെ അദ്ദേഹത്തിന്റെ ആക്രമിക്കുകയും ഭയപ്പെടുത്താൻ ശ്രമിച്ചത് ബംഗ്ലാദേശിൽ നിന്ന് ഇന്ത്യയിലേക്ക് വ്യാജരേഖകൾ ഉണ്ടാക്കി കൊടുക്കുന്ന ഇത് ഏറ്റവും വലിയൊരു രാജ്യദ്രോഹ പ്രവർത്തനമാണ്. അതിൻ്റെ അടിവേരറക്കാൻ നമുക്ക് ഭരണകൂടത്തിൽ ശ്രമിക്കുന്നുണ്ടാകാം. പക്ഷേ അത് ചെയ്തില്ലെങ്കിൽ നമ്മൾ എത്തിച്ചേരുന്നത് അതിഭീകരമായ അവസ്ഥയിലേക്കായിരിക്കും. അതിനകത്ത് സംശയമൊന്നുമില്ല. കാരണം ഇവിടെ ഒരു കാര്യം, ഇത്തരത്തിൽ ഇപ്പോൾ പെരുമ്പാവൂരൊക്കെ, പെരുമ്പാവൂരിലുള്ള കേരളത്തിലുള്ള ആളുകൾക്ക് പോലും പെരുമ്പാവൂര് വിട്ട് പലരും വസ്തുവൊക്കെ വിറ്റ് പറക്കി വേറെ നാട്ടിലേക്ക് പോകുന്നൊരവസ്ഥ. കാരണം മറ്റൊരു ബംഗ്ലാദേശ് പോലെ അല്ലെങ്കിൽ ബംഗാൾ പോലെയൊക്കെ പെരുമ്പാവൂർ മാറിയിരിക്കുന്നു. അത് തന്നെയാണ് നമ്മൾക്കുള്ള ആശങ്ക. മലയാളികൾ എന്ന് പറയുന്ന ഒരു മലയാളത്വേ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇവർ വന്ന് നമ്മളിതിനെപ്പറ്റിയൊക്കെ ശരിയാണ്, ഒരിക്കൽ ഈ സുഗതകുമാരി ഒരു അഭിപ്രായം പറഞ്ഞതിനെതിരെ, അതായത് ഇവരെ കൃത്യമായ രേഖകളോടുകൂടി ആവണം ഈ അതിഥി തൊഴിലാളികളെന്ന് പറഞ്ഞതിന് അവരെ ഒരുപാട് പ്രശ്നങ്ങൾ വാങ്ങേണ്ടി വന്നു. കഴിഞ്ഞ ഈ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്, അവർ മരിക്കുന്നതിന് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഈ അവരുടെ കേന്ദ്രങ്ങളും സെൻ്ററുകളും ഒക്കെ ഉണ്ടായിരിക്കുന്നു. ഭക്ഷണ രീതി മാറിയിരിക്കുന്നു, അതോടൊപ്പം വസ്ത്രധാരണ രീതി മാറിയിരിക്കുന്നു. ഇവിടെ വിവാഹം കഴിക്കുന്ന നിരവധി ബംഗ്ലാദേശ് ബംഗാളികളുണ്ട്, പെൺകുട്ടികളാണ് ബംഗാളികൾ വിവാഹം കഴിച്ചതെന്നുള്ള പുറത്തു വന്നു. അപ്പോൾ ഇതിനൊന്നും നമ്മൾ എതിർക്കേണ്ട കാര്യം ഒരർത്ഥത്തിൽ ഇല്ലെന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ വിശാലമായിട്ട് അങ്ങ് ചിന്തിക്കാം. പക്ഷേ ഇവിടെ എത്തിച്ചേരുന്ന അപകടം എന്ന് പറയുന്നത് നമ്മുടെ ഇവിടെ സ്വതവേ മലയാളികളായ കുട്ടികളുടെ ഒക്കെ പുറത്തേക്കുള്ള പോക്കൊരു പ്രശ്നമായി നിൽക്കുന്നു. അതിനപ്പുറത്താണ് ഈ കേരളം അല്ലാതായി മാറും ഈ ബംഗാളികളുടെയും മറ്റ് അതിഥി തൊഴിലാളികൾ എന്ന് പറയുന്നത്. 40 ലക്ഷത്തിലധികം പേര് ഇവിടെ ഉണ്ടെന്നുള്ളതാണ്. അത് 60 ലക്ഷത്തിലധികം പേരായി 5 വർഷത്തിനിടയിൽ 60 ലക്ഷം പേരായി മാറും. ഇതിലൊക്കെ അപകടമാണ്. ഇതിപ്പോൾ അവർ വന്ന് തൊഴിൽ ചെയ്ത് ജീവിക്കുന്നു. അവിടേക്ക് നമ്മുടെ സമ്പദ്ഘടനയെ പോലും എന്താ പറയുന്നത്, അത് ബാധിച്ചിരിക്കുന്നു വല്ലാതെ. കാരണം 20,000 രൂപ ഇവിടെ നിന്ന് അയക്കുന്ന ആൾക്കാർ അവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് കൃഷിയിലൊക്കെയാണ്, ഇവരുടെ ഈ പല ബംഗാളികളും. അപ്പോൾ അവർക്കത് നേട്ടമാണ് ഉണ്ടാക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. ഇവിടെ കെട്ടിട നിർമ്മാണത്തിന് വേണ്ടിയൊക്കെയാണ് ഒരു വരുന്നത്. നമ്മൾ കെട്ടിടങ്ങൾ നിർമ്മിക്കുകയും അവിടെ കൃഷി ചെയ്യുകയും ചെയ്യുന്നതാണ് നമ്മുടെ ഒരു വൈരുദ്ധ്യം വരുന്നത്. അതവിടെ നിൽക്കട്ടെ, അത് പ്രയോജനപ്രദമായ കാരണം. പക്ഷേ എന്തായാലും ഇത്രയും ആളുകളുടെ കൂട്ടത്തിൽ നുഴഞ്ഞു കയറുന്ന ഭീകരന്മാർ, നുഴഞ്ഞു കയറുന്ന വിദേശ പൗരന്മാർ, അവരെ സഹായിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന റാക്കറ്റുകൾ, അതും ഇവിടെ ഒരു ജോലിയായി ഏറ്റെടുത്തിരിക്കുന്ന നമ്മുടെ നാട്ടുകാർ, ഇതൊക്കെ ചേർന്നുണ്ടാക്കുന്ന ഒരു വലിയ അരക്ഷിതാവസ്ഥയുണ്ട്. അത് വളരെ ഭീകരമായ അരക്ഷിതാവസ്ഥയാണ്. ഒരു കാരണവശാലും അനുവദിച്ചുകൂടാത്ത അരക്ഷിതാവസ്ഥയാണ്. ഇതിനുവേണ്ടി പ്രത്യേക ഡ്രൈവ് തന്നെ സർക്കാരിൻ്റെ നേതൃത്വത്തിൽ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. മുഴുവൻ കൃത്യമായ രേഖകളില്ലാതെ ആരെയും ഇവിടേക്ക് മറ്റ് അന്യ സംസ്ഥാനത്തുള്ള ആളുകളെ ഒരിക്കലും നമ്മൾ എൻ്റർടൈൻ ചെയ്തുകൂടാ. അതോടൊപ്പം തന്നെയാണ് ഈ വളരെ കൃത്യമായ രാജ്യവ്യാപകമായ കേരളം കേന്ദ്രമാക്കി തന്നെ ഈ ഒരു പരിശോധന കേന്ദ്ര ഗവൺമെൻറ് നടപ്പാക്കിയേ മതിയാകൂ വിദേശ പൗരന്മാരെ കണ്ടെത്താൻ. അല്ലെങ്കിൽ ഇത്രയേറെ വിദേശ പൗരന്മാരെ കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു. 1000-1500 പേര് അനധികൃതമായുള്ളവരെ കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഈ പെരുപ്പത്തിനിടയിൽ ആരൊക്കെയാണ് വന്ന് കയറുന്നതെന്ന് അറിയാൻ വയ്യാത്ത ഇത് നമ്മുടെ രാജ്യം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ
പ്രശ്നങ്ങളിലൊന്നായി മാറിക്കൊണ്ടിരിക്കുകയാണ്, മാറിക്കഴിഞ്ഞിരിക്കുന്നു.